ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ജീവിതത്തില് നിധി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാരെന്ന് ഈ നിമിഷം നമ്മൾ കേട്ടു. നമ്മളൊക്കെ ഈ ലോകത്തിൽ കണ്ടെത്തിയിരിക്കുന്ന നിധി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ബോഷത്തരം മനസ്സിലാക്കുക. അങ്ങനെ കണ്ടെത്തിയ നിധിക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ആരെയെല്ലാം വകവരുത്തിയിട്ടുണ്ട്, ആരോടെല്ലാം ശത്രുത പുലർത്തിയിട്ടുണ്ട്, ആരുടെയെല്ലാം അപ്രീതിക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമ്മളെ ബോഷത്തരം നമുക്ക് മനസ്സിലാകും. വചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും. ഇങ്ങനെ കണ്ടെത്തിയ നിധിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വലിയ നൈരാശ്യത്തിൽ ആണ്ടുപോയിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ചത് കണ്ടെത്താതെ വന്നപ്പോൾ, കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതെ വന്നപ്പോൾ നമ്മൾ ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളും സ്വയം പുച്ഛവും നമ്മളോട് തോന്നിയ നിമിഷങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിധിയെക്കുറിച്ച്, നിധി അന്വേഷിച്ചിട്ട് നിധി ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യുകയില്ല എന്ന് വിചാരിച്ച് നൈരാശ്യത്തിൽ ആണ്ടുപോയ അനേകര് സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 8-ാം വാക്യത്തില് ഭൂമുഖത്ത് അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും കഷ്ടതയുടെയും ദുരിതത്തിന്റെയും പീഡനത്തിന്റെയും മഹാകലാപത്തിന്റെയും ഒരു ദിനം ഉണ്ട് എന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്നു. എസ്തേറിന്റെ പുസ്തകം നോക്കുമ്പോൾ അത് കൃത്യമായ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം ഒന്നും അവിടെ കാണില്ല, 13 കാണുക. പിന്നെ നോക്കുമ്പോൾ 5 കാണുക. അവിടെയും ഇവിടെയൊക്കെയാണ് ആ പുസ്തകത്തിന്റെ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ കിടക്കുക. അപ്പോൾ പുസ്തകം തുറന്ന് നോക്കിയാൽ ഇത് കണ്ടെത്തണമെന്നില്ല, മുഴുവൻ വായിച്ചാലേ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്: ഭീകര 2 സ്വസ്ഥങ്ങൾ അവിടെ മഹായുദ്ധം നടത്തുന്നു. അവരെ കണ്ട് പേടിച്ച് ജനമെല്ലാം നൈരാശ്യത്തിൽ ഓടുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ജനം വളരെയധികം നൈരാശ്യത്തിൽ അകപ്പെട്ടു പോയി. അപ്പോൾ വളരെയധികം നൈരാശ്യത്തിൽ അകപ്പെട്ടു പോകുന്ന ആളുകള് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും തന്നെ വലിയ നൈരാശ്യത്തിൽ അകപ്പെട്ടു പോയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇങ്ങനെ നൈരാശ്യത്തിൽ ആണ്ടുപോയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേകതയും കിട്ടുകയില്ല. ഇങ്ങനെ നൈരാശ്യത്തിൽ ആണ്ടുപോയ ജനം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നൈരാശ്യം ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാനോ ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് പിന്തിരിയുവാനോ തെറ്റായ വഴികൾ അവലംബിച്ച് മറ്റുള്ളവരെ വകവരുത്താനുള്ളതോ അല്ല. മറിച്ച് നൈരാശ്യത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവന്റെ സഹായം തേടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളതാണ് ഓരോ നൈരാശ്യങ്ങളും. അതുകൊണ്ട് ജീവിത നൈരാശ്യത്തില് തകർന്നടിഞ്ഞു പോയ നമ്മുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വേദനിച്ചിരിക്കാതെ ഈ തകർന്നടിഞ്ഞു പോയ ജീവിതത്തിന്റെ മുമ്പിൽ നിന്നും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ സഹായത്തിനായിട്ട് കടന്നു വരും. പലപ്പോഴും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ സ്വയം തീർത്ത തടവറയിൽ നമ്മൾ കിടക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും ഒരാള് ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്നൊരു കൊളോക്കിയൽ വാക്കാണ്, മത്തൻ നട്ടാല് കുമ്പളം മുളയ്ക്കോ. മത്തൻ നട്ടാൽ മത്തൻ മാത്രമേ നിറയ്ക്കുള്ളൂ, കുമ്പളങ്ങി അതിലുണ്ടാകില്ല. അവൻ നമ്മളൊക്കെ പറഞ്ഞു, ഇതെന്റെ മകനല്ലേ, എന്റെ മകളല്ലേ, അവൻ അത്രയൊക്കെ ശരിയാവുള്ളൂ, അതിക്കുള്ളൊന്നും നന്നാകാൻ പോകില്ല. ആര് പറയും? മാതാപിതാക്കൾ പറയും. ഞാൻ ഇത്രയൊക്കെ വലുതായിട്ടുള്ളൂ, ഇനി എന്റെ മകനോ മകളോ ഇതിൽ കൂടുതൽ വലുതാകാൻ പ്രതീക്ഷിക്കാവോ?
അപ്പോൾ നമ്മൾ സ്വയം കെട്ടിയ കെട്ടുകളുണ്ട് നമ്മുടെ ജീവിതത്തില്. നമ്മളെ തന്നെ നമ്മൾ വിധിച്ച് ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഞാൻ സ്വയം വിധിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വിധി തന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും വിധിക്കും. ഇന്ന വീട്ടിലെ പെണ്ണിനല്ലേ ഞാൻ കെട്ടിയത്, അവരിത്ര മാത്രമല്ലേ ഇവിടെ വളർന്നിട്ടുള്ളൂ, അതിൽ കൂടുതൽ വല്ലതും പ്രതീക്ഷിക്കാവോ? ഇനി ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഉണ്ടായ മക്കള് ഇനി അതിൽ കൂടുതൽ ഇവിടെ വല്ലതും ആകുമോ? ഇങ്ങനെ നമ്മളെല്ലാവരും പറയുന്നതാണ്. ഇങ്ങനെ നൈരാശ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അധ്വാന ദിനങ്ങളെയും ഓർത്ത് നൈരാശ്യപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വയം കെട്ടിയ കെട്ടുകള് നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ സ്വയം തീർത്തിരിക്കുന്ന ഈ കെട്ടുകൾ അഴിക്കാൻ നമുക്ക് സാധിക്കണം. മാർത്തയും മറിയവും ലാസറിന്റെ മരണത്തിന് യേശുവിനോടുകൂടി കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഈ കല്ല് ഒന്ന് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? വേണ്ട, ദുർഗന്ധമുണ്ടാകും. അവര് കെട്ടിയ കെട്ടാണ്. 4 ദിവസം മരിച്ചിട്ട് ഒരാളെ അടക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞാൽ നമുക്കും അറിയാം ദുർഗന്ധമുണ്ടാകുമെന്ന്. അത് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷെ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞത് ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇവിടെയാണ് നമ്മൾ ആരാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ആരാണ്? ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ആരാണ്? നമ്മളെക്കുറിച്ചുള്ള മോശമായ ഒരു അഭിപ്രായം ഉണ്ടാവുള്ളൂ. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ ദൈവമക്കൾ എന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ ദൈവമക്കൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ആരാണ്? ദൈവമക്കളാണ്. ദൈവമക്കളാണെങ്കിൽ, നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളുമാണ്. എന്തിനാ അവകാശി? എന്തിനാ അവകാശി? നമ്മൾ പണ്ട് കാലത്ത് കുലത്തൊഴിലുകളുണ്ടായിരുന്നു. അധികാരം ഇപ്പം അങ്ങനെയൊന്നുമില്ല. തെങ്ങ് ചെത്താൻ പോകുന്നവരുടെ മക്കളും തെങ്ങ് ചെത്താൻ പോകും. കൊല്ലപ്പണിയെടുക്കുന്നവരുടെ മക്കള് കൊല്ലപ്പണിയെടുക്കാൻ പോകും. അങ്ങനെ ഒരു പാരമ്പര്യമായ കുല തൊഴിലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കൊല്ലപ്പണിക്കാരന്റെ മകൻ കൊല്ലപ്പണിക്ക് പോകും. ദൈവത്തിന്റെ മക്കൾ എന്തിന്റെ പണിക്ക് പോകും? എന്തിന്റെ പണിക്ക് പോകും? ഇവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം. നമ്മൾ കെട്ടിയിരിക്കുന്ന പല കെട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് സാധിക്കുള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവകാശികളാണ്. ദൈവമാരാണ്. ദൈവം സർവ്വതും പവിത്രീകരിക്കുന്നവനും പുതുതാക്കുന്നവനും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് പരിപാലിക്കുന്നവനുമാണ്. അപ്പോൾ നമ്മൾ ആരായിരിക്കും? നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? യേശു തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. യേശു വെള്ളത്തിന് മേലെ നടന്നു, അവർ വെള്ളമില്ലാതെ നടന്നു കരയിൽ കൂടെ. അങ്ങനെയാണോ? അന്തരീക്ഷത്തിൽ കൂടെ അവർ പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് ആരോട് യേശു പറഞ്ഞു? ശിഷ്യരോട് പറഞ്ഞു. അപ്പൊ ആർക്കാണത് ചെയ്യാൻ പറ്റുക? ശിഷ്യൻ ആരാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ ശിഷ്യരാണെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? ഞാൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കും. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ, യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവരാണ് ശിഷ്യൻ. കളരി മർമ്മ അഭ്യാസങ്ങളൊക്കെ പഠിച്ചവന്റെ ശിഷ്യന്മാര് ആരായിരിക്കും? ആരാ? ഡാൻസുകാരിയാവോ? കളരി മർമ്മം പഠിക്കാൻ പോയ ആളുടെ അടുത്ത് പഠിക്കുന്നവര് കളരി മർമ്മക്കാരന്റെ ശിഷ്യനാണ്. അപ്പൊ അവരെന്താണ് പഠിക്കുക? അവര് മർമ്മങ്ങളും കളറി അഭ്യാസങ്ങളോ പഠിക്കുക, ഡാൻസ് അല്ല പഠിക്കുന്നത്. ഡാൻസുകാരി ടീച്ചറുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോയ കുട്ടിയെ ഈ ടീച്ചറാണ് എന്റെ ഗുരു, അപ്പൊ ടീച്ചർ പറയും ഇവളാണ് എന്റെ ശിഷ്യ. അപ്പൊ അവളെന്തായിരിക്കും പഠിച്ചിരിക്കുക? ഡാൻസ്. കറി വെക്കാൻ പഠിക്കുവോ? ഇല്ല. അപ്പൊ നമ്മൾ ആരുടെ അടുത്ത് നിന്നാണ് പഠിച്ചിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരുടെ അടുത്ത് നിന്നാണ് പഠിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ് നമ്മുടെ കയ്യിലുള്ള വിദ്യ? പ്രൈസ് ദി ലോർഡ്. എന്താണ് വിദ്യ?
കുറ്റം പറയുക, പരിഹസിക്കുക, നിന്ദിക്കുക, അവഹേളിക്കുക, വഴക്കുണ്ടാക്കുക, അതിർത്തിക്കല്ല് മാറ്റുക, രാത്രിയിൽ അതിർത്തി മാറ്റിയിടുക, കുറ്റി പറിച്ച് മാറ്റുക. അപ്പൻ മക്കൾക്ക് വിധിച്ചു കൊടുത്ത വീതത്തിൽ കുറ്റി വെച്ചിട്ടുണ്ടാവും. അതിർത്തിയിൽ രാത്രിയിൽ പോയിട്ട് കുറ്റി ഭാര്യയും ഭർത്താവിനെ കൂടെ പറിച്ചു മാറ്റി 1 മീറ്റർ മാറ്റി അപ്പുറത്തേക്ക് വെക്കുക. ഇതെവിടെ നിന്നാണ് പഠിച്ചത്? അപ്പൊ നമ്മൾ പഠിക്കുന്നത് എവിടുന്ന്? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും, രാവിലെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ കുർബാനയ്ക്ക് പോകും. അവിടെ നിന്നാണ് കേൾക്കുന്നത്. അതാണോ നമ്മൾ ചെയ്യുന്നത്? അപ്പം നമ്മൾ ആരുടെ ശിഷ്യനാണ്? ആർക്കാണ് തെറ്റുപറ്റിയത്? പള്ളിയിലുള്ള അച്ഛനാണോ തെറ്റുപറ്റിയത്? നമുക്കാണോ പറ്റിയത്? ചായക്കടയിലേക്ക് വന്നിട്ട് അച്ഛന്റെ പ്രസംഗത്തെ പറ്റി നമ്മൾ വളരെയധികം വർണ്ണനാധികമായി നമ്മളത് വിവരിക്കും. അപ്പൊ ആർക്കാണ് തെറ്റുപറ്റിയത്? അച്ഛന് തന്നെ അല്ലേ? അച്ഛൻ പള്ളിയില്ലാതെ പോകണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സ്വയം കെട്ടിയിരിക്കുന്ന കെട്ട് പൊളിച്ചെറിയാതെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല, നമുക്ക് വിജയം വരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം തീർത്തിരിക്കുന്ന എല്ലാ മതിലുകളും എല്ലാ കെട്ടുകളും ഇവിടെ വെച്ച് അഴിച്ചു മാറ്റിയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ കഴിയും. അപ്പോൾ എവിടെയാണ് നമ്മൾക്ക് ഇനിയും കെട്ടുകൾ അഴിച്ചു മാറ്റേണ്ടതുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കെട്ടുകൾ അഴിച്ചു മാറ്റുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുക, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളാരും കൈകടത്തരുതെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയും. പക്ഷെ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം? ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യമാണോ, ലോകം തന്ന സ്വാതന്ത്ര്യമാണോ നമ്മുടെ കൈമുതലായുള്ളത്? പലപ്പോഴും ലോകം തരുന്ന സ്വാതന്ത്ര്യമാണ് നമ്മുടെ കൈമുതലായിട്ടുള്ളത്. ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളരണമെങ്കിൽ നമ്മൾ സ്വയം തീർത്തിരിക്കുന്ന കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റാം. നമുക്ക് പരിമിതികളില്ല. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ പരിമിതികളില്ല. അവന്റെ വിജയം സ്വർഗത്തോളമാണ്. അതെത്രയോ ഉന്നതമാണ്. അപ്പോൾ സ്വർഗത്തോളം എത്തുന്ന ആ ഉന്നതമായ വിജയത്തിന് വേണ്ടി നമ്മൾ സ്വയം തീർത്തിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു. ദൈവങ്ങളുടെ പ്രത്യേകത അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹമായി തീരും. അനുഗ്രഹിക്കുവാനും അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുവാനും സാധിക്കുന്നതാണ് ദൈവങ്ങളുടെ പ്രത്യേകത. നമ്മൾ ദൈവങ്ങളാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ദൈവത്തിന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്നോ അവർ ദൈവങ്ങളാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ദൈവങ്ങളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നൈരാശ്യത്തെ കുറിച്ച് ഓർത്ത് അനുദപിക്കാം. നമ്മുടെ കഴിവ് കുറവുകളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ, ദൈവങ്ങളാണെന്നുള്ള ദൈവത്തിന്റെ വചനം മറന്നുകൊണ്ട് കഴിവില്ലാത്തവനാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, കഴിവില്ലാത്തവളാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉയരാൻ കഴിയുകയില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ എല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മളെ ശക്തനാക്കുന്ന കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. നമ്മുടെ കെട്ടുകള്, നമ്മൾ സ്വയം തീർത്ത കെട്ടുകളെല്ലാം അഴിയട്ടെ. നമ്മുടെ നൈരാശ്യമെല്ലാം നീണ്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. ദൈവമേ സ്വന്തം. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. ഞങ്ങൾ സ്വയം തീർത്തിരിക്കുന്ന എല്ലാ മതിലുകളും എല്ലാ അതിർവരമ്പുകളും പൊളിച്ചു നീക്കി കർത്താവേ ഞങ്ങളുടെ അതിർത്തികള് അവിടുന്ന് വിസ്തൃതമാക്കി തരണമേ. ഞങ്ങളുടെ കഴിവുകൾക്ക് അധികമായി പ്രവർത്തിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. എല്ലാ മനസ്സിലുമുള്ള പരിമിതികളെ വിഴുന്നു പോകട്ടെ. എല്ലാ വിധത്തിലുള്ള കുറവുകളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. ദൈവമേ സ്വന്തം. യേശുവേ നന്ദി. ദൈവമേ മഹത്വം. വിജയത്തോടെ ജീവിത ശക്തിയോടെ കൈയടിച്ചുകൊണ്ട് നമുക്ക് പാടാം. ജീവിത നൈരാശ്യത്തിൽ ഹൃദയം തകർന്നടിഞ്ഞവരെ, കഷ്ടതയുടെ തീച്ചൂളയിലാകെ എരിഞ്ഞ
നൈരാശ്യത്തിൽ ഹൃദയം തകർന്നടിഞ്ഞവരെ, കഷ്ടതയുടെ തീച്ചൂളയിലാകെ എരിഞ്ഞമർന്നവരെ, വിമോചനത്തിൻ സത്വാർത്തയുമായി വരുന്നിതാ ദൈവം, നിന്റെ വിമോചകനായി വരുന്നു രക്ഷകനാം ദൈവം. ദൈവം വിമോചനത്തിൻ സത്വാർത്തയുമായി വരുന്നിതാ ദൈവം, നിന്റെ വിമോചകനായി വരുന്നു രക്ഷകനാം ദൈവം. നിന്ദിതരെ, പീഡിതരെ, നിരാശ്രയരെ വരുവിൻ, അവന്റെ സന്നിധി പുൽകാൻ നിങ്ങൾ അണിയണിയായി വരുവിൻ. നിന്ദിതരെ, നിരാശ്രിതരെ, നിരാശ്രയരെ വരുവിൻ, അവന്റെ സന്നിധി പുൽകാൻ നിങ്ങൾ അണിയണിയായി വരുവിൻ. ജീവിത നൈരാശ്യത്തിൽ ഹൃദയം തകർന്നടിഞ്ഞവരെ, കരങ്ങൾ ശക്തിയിലടിച്ചുകൊണ്ട് കഷ്ടതയുടെ തീച്ചൂളയിലാകെ എരിഞ്ഞമർന്നവരെ, സ്വയം തീർത്ത കെട്ടുകൾ ഓരോന്നും നമുക്ക് ഓർക്കാം. എന്നെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ, എന്റെ കുടുംബത്തെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ, എന്റെ ജീവിത പങ്കാളിയെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ, എന്റെ മക്കളെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ, എന്റെ നാട്ടിലുള്ള നേതാക്കന്മാരെ കൊണ്ട് ഇത്രയേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വയം ജീവിതത്തിന് വെച്ചിരിക്കുന്ന എല്ലാ പരിമിതികളും എടുത്തു മാറ്റാം. എനിക്ക് 1 സെന്റ് സ്ഥലം വാങ്ങാൻ സാധിക്കുകയുള്ളൂ, 1/2 സെന്റ് വാങ്ങാൻ പോലും പറ്റുകാത്ത അവസ്ഥയാണ്, എന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയി, എനിക്ക് ആരോഗ്യമില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകൾ പൊട്ടിക്കാൻ ദൈവത്തിന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്നോ ആ വചനം കടന്നു വന്നിരിക്കുന്നവരെല്ലാം ദൈവങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പരിമിതമായ ചിന്തകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിനായി കൈയടിച്ചുകൊണ്ട് കരമടിച്ചുകൊണ്ട് ശക്തിയോടെ നമുക്ക് പാടാം. എല്ലാ കെട്ടുകളും അഴിച്ചുകൊണ്ട് തടവറ തകർത്ത് മോചിതരായിടുവിൻ, നീ താൻ കെട്ടിയ കെട്ടുകൾ അഴിച്ചു പറന്നുയർന്നിടുവിൻ, നീ താൻ തീർത്ത തടവറ തകർത്ത് മോചിതരായിടുവിൻ, നീ താൻ കെട്ടിയ കെട്ടുകൾ അഴിച്ചു പറന്നുയർന്നിടുവിൻ. സ്വാതന്ത്ര്യം നിനക്കു നൽകാൻ രക്ഷയിതാ വരവാ, കൃപയുടെ വത്സരമേകി നിറയ്ക്കാൻ ദൈവമിതാ വരവാ. സ്വാതന്ത്ര്യം നിനക്കു നൽകാൻ രക്ഷയിതാ വരവാ, കൃപയുടെ വത്സരമേകി നിറയ്ക്കാൻ ദൈവമിതാ വരവാ. ജീവിത നൈരാശ്യത്തിൽ ഹൃദയം തകർന്നടിഞ്ഞവരെ, കഷ്ടതയുടെ തീച്ചൂളയിലാകെ എരിഞ്ഞമർന്നവരെ, സിയോണിൽ നീതിയുടെ ഓക്കുമരമാണ്. സിയോൺ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ് എന്ന്. അപ്പോൾ നമ്മൾ ഇടയിലായിരിക്കുന്ന ഈ ദൈവരാജ്യമാകുന്ന സിയോണിലെ ഓക്കുമരം പോലെ ഉയർന്നിന്നുകൊണ്ട് എപ്പോഴും പ്രശോഭിക്കാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് സിയോണിലെ ഓക്കുമരമാണ് ഞാൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും അവന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഘോഷിക്കാനായി ഉണരൂ ഉണരൂ നീ, സിയോണിൽ നീ നീതിയുണർത്തും പോക്കുമരം പോലെ,
ഘോഷിക്കാനായി ഉണരൂ ഉണരൂ നീ. സ്വാതന്ത്ര്യം നിനക്കു നൽകാൻ രക്ഷയിതാ വരവാ. കൃപയുടെ വത്സരമേകി നിറയ്ക്കാൻ ദൈവമിതാ വരവാ. സ്വാതന്ത്ര്യം നിനക്കു നൽകാൻ രക്ഷയിതാ വരവാ. കൃപയുടെ വത്സരമേകി നിറയ്ക്കാൻ ദൈവമിതാ വരവാ. ജീവിത നൈരാശ്യത്തിൽ ഹൃദയം തകർന്നടിഞ്ഞവരെ, കഷ്ടതയുടെ ചൂളയിലാകെ എരിഞ്ഞു വന്നവരെ, ജീവിത നൈരാശ്യത്തിൽ ഹൃദയം തകർന്നടിഞ്ഞവരെ, കഷ്ടതയുടെ ചൂളയിലാകെ എരിഞ്ഞു വന്നവരെ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മക്കളായി ഉയർത്തി. എന്നാൽ പലപ്പോഴും ഞങ്ങൾ ആ ദൈവമക്കളാണെന്നുള്ള ആ വിശ്വാസത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ ഞങ്ങളുടെ മുകളിൽ വീണ്ടും പൈശാചിക ശക്തികളും മുടുപടവിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്ക് ദൈവമക്കളുടെ അവകാശമുണ്ട്, ആ അവകാശത്തിൽ ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാൻ, ലോകത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് അതിരുകളില്ലാത്ത രീതിയിൽ അവിടുന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലകളും അറിയുന്നവനും അവിടുത്തെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ പ്രകാശമുള്ളതുമാണല്ലോ. അവിടുത്തെ സന്നിധിയിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ദൈവമേ, അവിടുത്തെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ബന്ധനങ്ങളെല്ലാം അവിടുന്ന് തകർത്ത് ഞങ്ങളെ അങ്ങയുടെ യഥാർത്ഥ മക്കളായി അങ്ങ് അഭിഷേകം ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾ വലിയ ശക്തരായിത്തീരുമല്ലോ. ദൈവമേ, അവിടുന്ന് നിന്റെ മക്കൾ ഓരോരുത്തരെയും എളിയവനായി ദാസനെ എല്ലാം അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അവിടുത്തെ ശക്തിയുടെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി എഫാത്തയിലൂടെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വരിക്കുന്ന ഈ മക്കളിലൂടെ വലിയ അത്ഭുതങ്ങൾ ലോകത്തിന്റെ ഓരോ അതിർത്തി വരെ ചെയ്യുവാൻ അങ്ങനെയാക്കണമേ. എളിയവരെ ശക്തരാക്കുന്ന കർത്താവേ, നിന്റെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിന്റെ അഭിഷേകം നൽകി ശക്തിപ്പെടുത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ മക്കളിലേക്ക് ചൊരിയണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് നിന്റെ മക്കൾ ആശീർവദിക്കപ്പെടട്ടെ. കൃപ നിറഞ്ഞ കർത്താവേ, നിന്റെ അനുഗ്രഹം ഈ മക്കളുടെ മേൽ ചൊരിയണമേ. അത്ഭുതങ്ങൾ ചൊരിയണമേ. അടയാളങ്ങൾ കാണിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് എല്ലാ ദുരദൃഷ്ടങ്ങളും പൈശാചിക ശക്തികളും ഈ മക്കളിൽ നിന്ന് വിട്ടാകുന്ന അവിടുത്തെ കൃപയാൽ ഈ മകൾ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഈ മക്കളെ പിതാവായ ദൈവത്തിന്റെ അവിടുത്തെ പുത്രനായ യേശു മിശിഹായുടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷേകം ചെയ്ത് വിശദീകരിക്കണമേ. കൃപ കൊണ്ട് ഈ നിമിഷം തന്നെ ഈ മക്കളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി സ്തുതിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ ദൈവമേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പരിമിതികളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം, കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത് എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന എല്ലാവരും കർത്താവിനോട് ചേർന്ന് അവിടുത്തെ സന്നിധിയിൽ നിന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും യേശുവിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. സ്വയം തീർത്ത എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ മതിലുകളും യേശുവിന്റെ നാമത്തില് പൊളിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ സ്വയം തീർത്തിരിക്കുന്ന എല്ലാ മുൻവിധികളും ഇപ്പോൾ തന്നെ നീങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുക, വീണ്ടും വീണ്ടും എല്ലാവരും സ്തുതിക്കുക. എല്ലാവരും അതരങ്ങളിൽ നിന്നും സ്തുതിയിരട്ടെ. മനസ്സിലുള്ള തീരുമാനങ്ങള്, പണ്ടേ കുറിച്ചിട്ടിരിക്കുന്ന നിഗമനങ്ങള് ഇപ്പോൾ തന്നെ യേശുവിനെ കൊടുക്കാം. അവയെല്ലാം നിർവീര്യമായി പോകട്ടെ. അവയെല്ലാം ഉരുകി ഒലിച്ചു പോകട്ടെ. നമ്മുടെ മനസ്സിന് കാലങ്ങളായി, പാരമ്പര്യമായി, തലമുറകളായി എഴുതിയിട്ടിരിക്കുന്ന എല്ലാ പരിമിതികളുടെ ലേഖനങ്ങളും ഇപ്പോൾ തന്നെ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കാം. കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹൃദയം ഉരുകിയൊലിച്ചപ്പോൾ, ക്ലേശത്താലൻ മാനസമാകയുലഞ്ഞപ്പോൾ, ദുഃഖത്താലൻ ഹൃദയം ഉരുകിയൊലിച്ചപ്പോൾ, ക്ലേശത്താലൻ മാനസമാകയുലഞ്ഞപ്പോൾ, കുരിശിൽ കിടന്നു തൃക്കരത്താലെന്നെ തഴുകിയല്ലോ, നീ തഴുകിയല്ലോ. കുരിശിൽ കിടന്നു തൃക്കരത്താലെന്നെ തഴുകിയല്ലോ, നീ തഴുകിയല്ലോ. നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ, നിൻ കരുണാവായ്പ് എത്രമേലാത്രമെന്നാഥാ, നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ, നിൻ കരുണാവായ്പ് എത്രമേലാത്രമെന്നാഥാ. എല്ലാ വേദനകളും തിങ്ങി നിറഞ്ഞ എല്ലാ വേദനകളും സമർപ്പിക്കാം. എല്ലാ വേദനകളും എടുത്തു മാറ്റി അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവന്റെ വലിയ ജീവിത സൗഖ്യം തേടുവാനായിട്ട് നമ്മുടെ എല്ലാ വേദനകളെയും കൊടുക്കാം. വേദന തിങ്ങിയ ജീവിതയാത്രയിൽ സകലത്തിൽ തീച്ചൂളയ്ക്കുള്ളിൽ, വേദന തിങ്ങിയ ജീവിതയാത്രയിൽ സകലത്തിൻ തീച്ചൂളയ്ക്കുള്ളിൽ, ധനവും ധാന്യവും സമ്പത്തുമെല്ലാം കരിഞ്ഞുപോയി, കരിഞ്ഞുപോയി. ധനവും ധാന്യവും സമ്പത്തുമെല്ലാം കരിഞ്ഞുപോയി, കരിഞ്ഞുപോയി. കുരിശിൽ കിടന്നു നിൻ തൃക്കരത്താലപ്പോൾ പുൽകിയല്ലോ എന്നെ, പുൽകിയ
നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ. നിൻ കരുണാവായ്പെത്രമേലാത്രമെന്നാഥാ. നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ. നിൻ കരുണാവായ്പെത്രമേലാത്രമെന്നാഥാ. മിഴികളിൽ നിന്ന് ഒഴുകിയ കണ്ണീർ ചാലുകൾ ആരും തുടച്ചു മാറ്റാനില്ലാത്തപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടതാണ് നിന്റെ ജീവിതം. നീ നിന്റെ കുടുംബത്തിലെ നാഥനോ നാഥയോ ആയിരിക്കാം. നിന്റെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും മറ്റാരും ഒപ്പിയെടുക്കാനില്ല എങ്കിലും നിന്റെ കുടുംബത്തിന്റെ വിജയത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ കണ്ണുനീർ ചാലുകളിൽ ഒഴുകിക്കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് നിന്റെ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുവാനായി കടന്നു വരും. എല്ലാ കണ്ണീർ ചാലുകളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. മിഴിയിൽ നിന്നൊഴുകിയ കണ്ണീരിൻ ചാലുകളാരും ഒപ്പിയെടുത്തില്ല. മിഴിയിൽ നിന്നൊഴുകിയ കണ്ണീരിൽ ചാലുകളാരും ഒപ്പിയെടുത്തില്ല. അപ്പോഴുമെൻ പ്രിയ സോദരർക്കായി ഞാൻ നിലവിളിയോടെ പ്രാർത്ഥിച്ചു. അപ്പോഴും എൻ പ്രിയ സോദരർക്കായി ഞാൻ നിലവിളിയോടെ പ്രാർത്ഥിച്ചു. കുരിശിൽ നിന്നൊഴുകിയ തിരുനിണം കൊണ്ടെന്നെ കഴുകിയല്ലോ നാഥൻ, കഴുകിയല്ലോ. കുരിശിൽ നിന്നൊഴുകിയ തിരുനിണം കൊണ്ടെന്നെ കഴുകിയല്ലോ നാഥൻ, കഴുകിയല്ലോ. നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ. നിൻ കരുണാവായ്പെത്രമേലാത്രമെന്നാഥാ. നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ. നിൻ കരുണാവായ്പെത്രമേലാത്രമെന്നാഥാ. ദുഃഖത്താലെൻ ഹൃദയം ഉരുകിയൊലിച്ചപ്പോൾ, ക്ലേശത്താലെൻ മാനസമാകയുലഞ്ഞപ്പോൾ, ദുഃഖത്താൽ എൻ ഹൃദയം ഉരുകിയൊലിച്ചപ്പോൾ, ക്ലേശത്താൽ എൻ മാനസമാകയുലഞ്ഞപ്പോൾ, കുരിശിൽ കിടന്നു നിൻ തൃക്കരത്താലെന്നെ തഴുകിയല്ലോ, നീ എന്നെ തഴുകിയല്ലോ. കുരിശിൽ കിടന്നു നിൻ തൃക്കരത്താലെന്നെ തഴുകിയല്ലോ, നീ തഴുകിയല്ലോ. നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ. നിൻ കരുണാവായ്പെത്രമേലാത്രമെന്നാഥാ. നിൻ തിരുസ്നേഹം എത്രയോ ഉന്നതമെന്നാഥാ. നിൻ കരുണാവായ്പെത്രമേലാത്രമെന്നാഥാ. ആഴമായ നിശബ്ദത്തിലേക്ക് നമുക്ക് വരാം. എല്ലാ ദുഃഖവും മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. എല്ലാ ക്ലേശങ്ങളും എടുത്തു നീക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഇവിടെ നമ്മളുടെ കൂടെ നമ്മളിൽ നിന്നും അകലെയായി ശുശ്രൂഷ പങ്കുചേരുന്നവർ, അവരുടെ എല്ലാ ക്ലേശങ്ങളും നമുക്ക് ഓർക്കാം. ഒരു 4 വയസ്സുള്ള കുഞ്ഞ്, സംസാരിക്കാൻ പ്രയാസം, അങ്ങനൊരു കുഞ്ഞ്
ഇവിടെ വന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ട് വരാവോ? ശ്രദ്ധിച്ച് കേൾക്കുക. സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള 4 വയസ്സുള്ള എന്നാ കൊച്ചിന്റെ പേരെന്നാ? മുമ്പിൽ അതിൻ്റെ കൊച്ച് പ്രയാസപ്പെടും. പപ്പ അമ്മയെന്ന് മാത്രമേ പറയുള്ളൂ. വേറെ ഒന്നും തന്നെ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റത്തില്ല. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കുഞ്ഞിനെ കൊടുക്കാം. കുഞ്ഞിന്റെ മാതാപിതാക്കളെ കൊടുക്കാം. നമ്മുടെ സ്വന്തം കുഞ്ഞാണ് ഈ കുഞ്ഞെങ്കില് നമ്മളെത്ര പ്രാർത്ഥിക്കും. അവരെത്രയോ നൊമ്പരത്തോടെ കർത്താവിന്റെ മുമ്പിൽ ഞങ്ങളുടെ കുഞ്ഞിന് സംസാരശേഷി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളും പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിന് വേണ്ടി. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കുഞ്ഞിനെ സ്നേഹപൂർവ്വം ഉയർത്താം. കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയണ്ട എന്ന് പറഞ്ഞ സ്വർഗീയ നാഥൻ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. ഈ കുഞ്ഞിന്റെ മേൽ അവിടുത്തെ അഭിഷേകം, അവിടുത്തെ ശക്തി, അവിടുത്തെ കരുണ, അവിടുത്തെ ദയ നൽകുവാൻ കൃപയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിപൂർണമായ സൗഖ്യം, സംസാരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും യേശുവേ ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൽ എടുത്ത് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കുഞ്ഞിന്റെ മേൽ അവിടുത്തെ കൃപാവരം നൽകണമേ. അവിടുത്തെ അത്ഭുതങ്ങൾ ഈ നിമിഷം ഈ കുഞ്ഞിന്റെ മേൽ അവിടുന്ന് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കുഞ്ഞ് സംസാരിക്കുന്നത് നമുക്ക് സ്വപ്നം കാണാം. ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് ആ കുഞ്ഞ് ഏറ്റവും നന്നായി സംസാരിക്കുന്നത് നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, 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 നന്ദി, നന്ദി, നന്ദി നല്ല ദൈവമേ. യേശുവേ, 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 നന്ദി, നന്ദി, നന്ദി നല്ല ദൈവമേ. നീ എന്നെ തൊട്ടതിനായി നന്ദിയേകിടാ, നീ തന്ന സൗഖ്യത്തിനായി നന്ദിയേകിടാ. നീ എന്നെ തൊട്ടതിനായി നന്ദിയേകിടാ, നീ എന്ന സൗഖ്യത്തിനായി നന്ദിയേകിടാ. യേശുവേ, 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 നന്ദി, നന്ദി, നന്ദി നല്ല ദൈവമേ. യേശുവേ, 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 നന്ദി, നന്ദി, നന്ദി നല്ല ദൈവമേ. കർത്താവ് കുഞ്ഞിനെ തൊട്ടതിന് നമ്മൾ നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിയതാണ്. കുഞ്ഞ് നല്ലപോലെ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള കൃപ ആ കുഞ്ഞിന് കർത്താവ് കൊടുക്കുന്നു. ആ കുഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുന്നു. അതോടൊപ്പം ആ കുഞ്ഞിന്റെ മാതാപിതാക്കളും അനുഗ്രഹം പ്രാപിക്കുന്നു. നടുവേദന കൊണ്ട് പ്രയാസപ്പെട്ട 2 പേർക്ക് കർത്താവ് നടുവിന്റെ നൊമ്പരങ്ങൾ വാങ്ങി. സാമ്പത്തികമായി വളരെയധികം ഞെരുക്കപ്പെട്ടിരിക്കുന്ന 3 പേരെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് ഉയർത്തുന്നു. വീടിന് സ്ഥലം അന്വേഷിച്ചിട്ട് സ്ഥലം കിട്ടാതെ വിഷമിക്കുന്ന 2 പേർക്ക് കർത്താവ് സ്വന്തം ഭവനം പണിയാനുള്ള സ്ഥലം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാട്ട് പാടി അവിടുന്ന് പിരിഞ്ഞു പോകാം. അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജന
ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. എല്ലാവരും ചേർന്ന് നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. അബ്രാഹത്തിന്റെ ദൈവമാണ് നമ്മളുടെ കൂടെയുള്ളത്. അബ്രാഹത്തിന് നൽകിയതെല്ലാം അവൻ നമുക്ക് നൽകും. എന്റെ പ്രിയപ്പെട്ട അബ്രാഹത്തിന്റെ മകനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ദൈവം അബ്രാഹത്തിന് ഇസ്രായേൽ ദേശം നൽകി. ആ ദൈവം നമുക്കും ഈ ദേശം സ്വന്തമാക്കി തരും. ഇസ്രായേൽ ദേശം നമുക്ക് സ്വന്തമാക്കി തരുന്ന കർത്താവിനെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ ആർത്ത് വിളിച്ചുകൊണ്ട് പാടാം. അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ആർക്ക് നൽകും? ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. ആകാശത്ത് നിന്ന് പൊഴിയുന്ന മഞ്ഞും അതിൽ നിന്ന് വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിന്നെ സമ്പന്നമാക്കും. ദൈവത്തിന്റെ സമ്പന്നത കൊണ്ട് നിന്റെ ജീവിതം നിറയുവാൻ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ വ്യാപാരങ്ങളിൽ അവൻ ഇടപെടുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും വ്യാപാര മേഖലകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ആകാശത്തിൻ മഞ്ഞും ഭൂതല സൃഷ്ടികളും സമ്പന്നമാക്കും നിന്നെ സമ്പന്ന